ബർത്ത്ഡേ ആണ് ചോദിക്കട്ടെ. കേക്ക് വേണോ? ആരെ ബർത്ത്ഡേ ആണെന്ന്? ഇന്ന് നമ്മളെ മെസന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഗൈസ്. പറ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. പറ. ഞാൻ വന്നാലും കേക്ക് മുറിക്കുള്ളൂ. ഞാൻ എന്റെ പുതിയ ഉടുപ്പൊക്കെ ഇടാൻ പോവാണെന്ന് പറ. ഉടുപ്പ് കാണിച്ചു കൊടുക്കണ്ടേ? ഇപ്പൊ കുളിച്ചു വരൂട്ടോ മേസ, ഇപ്പൊ കുളിച്ചു വരേ. പറ, ഒന്നും മുട്ടണില്ല. ചുണ്ടമ്മ ലിപ്സ്റ്റിക് ഇടുന്നൊക്കെ പറ. ലിപ്സ്റ്റിക് ഇടോ കണ്ണേ സുന്ദരിയാവൂലേ? ഓനെ കാണിച്ചു. താത്താന്റെ ബർത്ത്ഡേ വന്ന് മെസ ഇപ്പൊ ഉടുപ്പിടാൻ പോവാണ്, ഒരുങ്ങാൻ പോവാണല്ലേ മെസ. കുളിച്ച് മാറ്റി കേക്ക് കട്ട് ചെയ്യുമല്ലോ. താത്താന്റെ കേക്ക് കട്ട് ചെയ്യണ്ടേ? ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണ്ടേ? ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? പിടിച്ചു നീ. പറ യെസ്, പറ യെസ്. ഹലോ ഗൈസ്, അപ്പം മുട്ടക്കറി. അപ്പം മുട്ടക്കറി. നിന്റെ മെസമോളെ ബർത്ത്ഡേ ആണെന്ന് അറിയും. ബർത്ത്ഡേകളുടെ സന്തോഷം. എന്താ ചന്തോയാ? എന്താ ചന്തോയാ എന്നാ പെണ്ണിനെ പൊത്ത കാണിക്കണ്ട. അപ്പൊ തിന്നെ റെഡി ആവല്ലേ? ബർത്ത്ഡേ ഗേൾ ഉടുപ്പിടാൻ പോവാണ് ഗൈസ്. ഉടുപ്പിടാൻ പോവാണ് ഗൈസ്. ഉടുപ്പിടാൻ പോവാണ് ഗൈസ്. ഓക്കേ, ഗുഡ് ഗേൾ. നമ്മൾ പോകുമ്പോ വൈകുന്നേരം പോകുമ്പോ അല്ല മറ്റേ വൈകുന്നേരം പുറത്ത് പോകുമ്പോ മതി, ആവശ്യത്തിലേറെ ആയിപ്പോ. ഗൈസ് ഐ ആം റെഡി എന്ന് പറയണേ. ലാസ്റ്റ് റെഡി ആയിട്ട് പറ. ഗൈസ് ഐ ആം റെഡി പറ. റെഡി. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ. അല്ല, ബർത്ത്ഡേ ഗേൾ പേര് പറ. ബർത്ത്ഡേ ഗേൾ പേരെത്താ? ബർത്ത്ഡേ ഗേളെ പറ, ഫുൾ നെയിം പറ. നാണം കെടുത്തി. മതി, അതോട് പറഞ്ഞാ പോരെ. ഇനിയാ ഒന്ന് കൂട്ടിട്ടുള്ളൂ. മാറ്റി ഓടിങ്ങനാ. അങ്ങനെ മെഴ്സനെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും മാറ്റി ഒരുങ്ങിയിട്ടാ. ഇതാണ് നമ്മളെ രണ്ടാളെ ഡ്രസ്സ്. രണ്ടാൾക്കും ഒരേപോലത്തെ ഒരു കോട്ടൺ ചുരിദാറാണ് കേട്ടോ. ചുരിദാർ സെറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സ്റ്റിച്ചഡ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വീടിനകത്ത് ലൈറ്റ് കുറവായത് കാരണം നമ്മൾ വിചാരിച്ചു പുറത്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ദിവസം നമ്മൾ ചെയ്യാമെന്ന് ഈ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അന്ന് നല്ല മഴ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേക്ക് ആക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അന്നാണെങ്കിൽ മഴയല്ലായിരുന്നു, നല്ല വെയിലിട്ടാ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അത്രയും നല്ല ചൂടുള്ള വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഏതായാലും ഡെക്കറേഷൻ തുടങ്ങിയില്ലേ, അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ചു ഈവനിങ് ആകുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ വെയിൽ കാരണം നമ്മളെ പ്ലാനൊക്കെ മാറ്റി നമ്മൾ ഈവനിങ്ങിലേക്കാക്കിയിട്ടോ സെലിബ്രേഷനൊക്കെ. അങ്ങനെ നമ്മൾ പിന്നെ വിചാരിച്ച് ചോറൊക്കെ തിന്നിട്ട് നമുക്ക് മാറ്റാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫുഡ് എന്താണെന്ന് വെച്ചാൽ പാർട്സ് കറിയും നമ്മളെ സാധാരണ ചോറും ഉപ്പേരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഒരുങ്ങിട്ടാ. നമ്മളെ രണ്ടാളെ ഡ്രസ്സും കാണിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് റെഡിയായി.
അതാണ് ഇതിന്റെ പ്രത്യേകത. ലൈറ്റ് കൂട്ടിയിടാം. പക്ഷെ ഞാനൊറ്റ ഉറക്കത്തിനാണ് മുടിയല്ലോ. നമ്മളെ കേളി ഹെയർ ഇതാ കഴിഞ്ഞ വീഡിയോയിൽ ഇത് എങ്ങനെ കേളി ഹെയർ ചെയ്തെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ പോയിട്ട് കാണട്ടോ. അപ്പൊ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോയാലോ? ലെറ്റ്സ് ഗോ. അങ്ങനെ ഈവനിങ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതിനിടയിൽ കാറ് കൂടി മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് വേഗം സെലിബ്രേറ്റ് ചെയ്യാം. കാരണം വീടിനകത്ത് നല്ല ഇരുട്ടാണ്, ലൈറ്റ് കുറവാണ്, പിന്നെ കാറ് കൂടിയത് കാരണം വലിയ ലൈറ്റും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ പുറത്ത് സെലിബ്രേറ്റ് ചെയ്യാമെന്നും ഫോട്ടോസൊക്കെ എടുക്കാനാവുമ്പോൾ നല്ല ക്ലിയർ ഉള്ള ഫോട്ടോസ് എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്ത് കേക്ക് കട്ട് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തത്. മുറിന അങ്ങനത്തെ കത്തിയല്ലേ കൈ മുറിന പെണ്ണിന്റെ ചുണ്ട് നോക്ക്. എന്ത് പേര് മുച്ചാത്ത ഇതാണോ? ഞാൻ വിചാരിച്ചു വീട് മൊത്തം റെക്കറ്റ് ചെയ്യുന്നു. പാട്ടി കെട്ടാൻ ഇതല്ലേ ഇവിടെ ചാപാര കുത്തണടി മണണ്ട് കുത്തിയ നിക്കുവോ? ഇവിടെ ഇതിവിടെ സൈഡില് വെക്കട്ടെ വെക്കട്ടെ. വാവ് നൈസായിട്ടുണ്ടേ. വീഡിയോയിൽ കാണാൻ ഇതിലുള്ള കേക്കും ഡ്രസ്സും മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. ബാക്കി ഈ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ എൻ്റെ സിസ്റ്ററിൻ്റെതാണ്. ഓക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള. അതിൻ്റെ പേര് ഡ്രീം ക്രാഫ്റ്റി എന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ബിസിനസ് എന്താ സംഭവം എന്ന് വെച്ചാൽ സേവ് ദ ഡേറ്റ്, പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ബിസിനസ് ചെയ്യുന്നത്. അതിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ അതിൽ അവൾ യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് ഇതൊക്കെ. പിന്നെ എന്തോ കോയിൻസിഡൻ്റലി എല്ലാ സംഭവങ്ങളും കളറൊക്കെ മാച്ചായി വന്നു. മോൻ്റെ ബെഡ്ഷീറ്റും എല്ലാം കൂടിയിട്ട് കളറൊക്കെ നല്ല മാച്ചായിട്ട് വന്നിട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഇൻസ്റ്റഗ്രാമിലിട്ട വീഡിയോ കുട്ടിൻ്റെ. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്താണെന്നും ടെറസിലാണെന്നും ഒന്നും മനസ്സിലാവില്ലല്ലോ. അത്രയും സൂപ്പറായിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ നല്ല ക്ലിയർ വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒന്നുകിൽ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഔട്ട്ഡോറിലോ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ മഴ ആയതുകൊണ്ടാണ് നമ്മൾ ടെറസിന് മുകളിൽ സെലിബ്രേറ്റ് ചെയ്തത്. നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് നല്ലൊരു ഡെസ്റ്റിനേഷനിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നായിരുന്നു കേട്ടോ നമ്മളെ പ്ലാന്. പക്ഷെ മഴ കാരണം ഒക്കെ ഫ്ലോപ്പായി. എന്തായാലും അടിപൊളിയായി. നമുക്ക് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടിയിട്ടാ. ഇത് ഇന്ത്യയിൽ ഫോട്ടോ എടുക്ക്. ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ മഞ്ഞ കളർ വരണം കേട്ടോ. മഞ്ഞ ഇത് വരണം. ഇത് ഇവിടെ നിർത്തോ. ചിരിച്ചതിൽ വെക്കാണ് ഒന്ന് രണ്ടാളും കൂടി. നരമ്പൊക്കെ മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ ടു യു പാടിട്ടാ. ഇതിന് പാടണേ വേണ്ട, എല്ലാം വാരി കെട്ടും. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മെസമോൾ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ക്ലാപ്പ് ചെയ്യ എല്ലാരും, ക്ലാപ്പ് ചെയ്യ. നിന്നെ ക്ലാപ്പ് ചെയ്യണം ചേട്ടാ. കഷ്ണമ്മിക്കുന്ന പാത്രം കൈമല് തടയിണ് അടിയത്ത്.
അനി ഇതിന്റെ അടുത്ത് മേതക്ക് കൊടുക്ക് കുറച്ച് മേതക്ക് വായിൽ വെച്ച് കൊടുക്ക് അടുത്ത് പോയിക്ക് കൊടുക്ക് കൈ അടിക്കല്ലേ മേത കൊടുക്കണേ ഏത് കയ്യാ ഞാൻ തിന്നട്ടെ കയ്യിലല്ലേ അച്ഛനോടുത്ത അതിന്റെ കഴിയുമ്പോ പിള്ളേ ലിപ്സ്റ്റിക്ക് മുറിച്ചാന്ന് എന്നെ കിട്ടുന്നല്ലോ ഞാൻ ഒന്നും ചെയ്യണ്ടല്ലോ അത് ഇത് ഞാൻ വീഡിയോ നിർത്തി വളയും എടാ അത് കഴിച്ച് തീർക്കല്ല അങ്ങനെ ഇതാ നിങ്ങളുണ്ടാവും നല്ല തിരിച്ചടിയില് ഫോട്ടോ എടുക്കുകയാണ് മെസ്സ അങ്ങോട്ട് ചിരിക്കി തിരിച്ച മെസ്സ നല്ല ക്ലിയർ കത്തിരിക്കടി ഇതിങ്ങനെ പോഞ്ഞാളാ ഹാപ്പി ബർത്ത്ഡേ ടു പാർട്ടി കൊടുങ്ങല്ലൊരു പെണ്ണാളെ വളരത്ത് ബംഗാളിയല്ലേ കൊടുങ്ങല്ലൊരു വായന പെണ്ണ മഴ പൊടിയെന്ന് കണ്ടപ്പോൾ നമ്മളൊന്ന് താഴേക്ക് ഇറങ്ങിയതായിരുന്നു. താഴെ ഇറങ്ങിയപ്പോഴത്തേനും മഴ പൊടിയിലൊക്കെ നിന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതാണ് നമ്മളെ രണ്ടാളുടെ ഡ്രസ്സ് കേട്ടോ, ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ്. അപ്പോൾ ഇതിട്ട് കണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നും അങ്ങനെ വിചാരിച്ച പോലെ റെഡി ആയിട്ടില്ല, അതൊന്നും അപ്ലോഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഏതായാലും എടുത്തതല്ലേ. അപ്പോൾ ആ വീഡിയോ എടുക്കുന്നതിനിടയിൽ പിന്നെയും മഴ ചെയ്തു കേട്ടോ. നല്ല മഴ പെയ്തു കായി. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ കേക്ക് കഴിക്കണം, കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഇവിടെ ഞാൻ പുറത്തിറങ്ങിയതുകൊണ്ട് ഇവിടെ 2 കുട്ടികൾക്ക് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ 2 കുട്ടികളാണ് കരയണേ. ബാബാ അമ്മച്ചി കയറി, അമ്മച്ചി കയറി കയറിട്ടോ, കയറിട്ടോ. താങ്ക് യു. നീ ക്ലാസ് ചെയ്യ്, നീ ക്ലാസ് ചെയ്യ്, നീ ക്ലാസ് ചെയ്യ്. പോന്നാളാ നമ്മള് കേറിയില്ല, അകത്തേക്ക് കേറില്ല. പോര് വാ. അപ്പൊ ഗൈസ് വീഡിയോ എടുക്കണ ഇടയിൽ അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ബർത്ത്ഡേ ഒക്കെ സൂപ്പർ ആയിട്ട് കഴിഞ്ഞിട്ടാ. എല്ലാരും ഉണ്ട് കേട്ടോ, ഹസ്ബൻഡ് മെസ്സുണ്ട്. കേക്ക് കഴിക്കാൻ പോകണ്ട. ഒരു ബായ് പറ, ഒരു ബായ് പറ. ഞാൻ എടാ